പ്രസിദ്ധീകരിച്ചവർ എഴുതിയ സമ്പാദനമാണോ, അവർ സമ്പാദിച്ചതാണെന്നാണോ? കാരണം അതിനുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവര് സമ്പാദിച്ചതാണോ, അതോ ഇനി ഈ പറയുന്ന കുളത്തൂർ അയ്യർ സമ്പാദിച്ചതാണോ? ഇതിന്റെ വിഷയമുണ്ട് അതിനകത്ത്. ആരാണ് ഇത് സമ്പാദിച്ചത്? അപ്പൊ സമ്പാദകൻ എന്ന് എഴുതി, സാധാരണ രചയിതാവെന്നല്ലേ എഴുതത്തുള്ളൂ. അപ്പൊ ഇത് സമ്പാദകൻ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇനി അദ്ദേഹം സമ്പാദിച്ചതാണോ, അതോ അന്നത്തെ വാക്കുകളിൽ അന്ന് ഈ രചയിതാവ് അല്ലെങ്കിൽ പുസ്തക രചന എന്നൊക്കെ പറയുന്നത് അല്ലെ പാട്ട് രചന എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നും, അതുകൊണ്ട് സമ്പാദകൻ എന്ന് എഴുതിയതാണോ, വേറെ എവിടെ നിന്നെങ്കിലും അയ്യർ കേട്ട് എഴുതിയതാണോ? ഇതൊരു വലിയ വിഷയമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും അയ്യരുടെ പേരിൽ അത് വന്നു. അപ്പൊ അങ്ങനെ അയ്യരുടെ പേരിലാണ് പല റെക്കോർഡുകളിലും കിടക്കുന്നത്. ഇതിങ്ങനെ പാട്ട് ഒരു കീർത്തനമായിട്ട് എഴുതി, അത് തലക്കെട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഹരിവരാസനം എന്നുള്ള ഒരു നല്ലൊരു കീർത്തനം എഴുതി, വളരെ വലിയതാണ്. അപ്പൊ അതിനകത്ത് സമ്പാദകൻ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രശ്നം. അദ്ദേഹം സമ്പാദകനായി എടുത്തതാണോ, അതോ ഈ പുസ്തകം ഇറക്കിയവർ സമ്പാദകനായി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും രേഖകളിൽ നിന്ന് സമ്പാദിച്ചു വെച്ചതാണോ, അതോ അദ്ദേഹം അയ്യര് തന്നെ വേറെ എവിടെന്നെങ്കിലും സമ്പാദിച്ചതാണോ? ഇതിന്റെ കഥ വളരെ രസകരമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറക്കാട്ട് കോണകത്ത് ജാനകി അമ്മ എന്ന് പറയുന്ന പത്മകുമാറിന്റെ അമ്മൂമ്മ എന്ന് അവകാശപ്പെടുന്ന ആള്, അതിലും ഒരു ചരിത്ര പ്രശ്നമുണ്ട് കേട്ടോ. പത്മകുമാറിന്റെ അമ്മൂമ്മ അല്ല എന്നൊരു വാദമുണ്ട്. അതൊക്കെ പത്മകുമാറാണ് പറയേണ്ടത്. അമ്മൂമ്മ എന്ന ഡയറക്റ്റ് അമ്മയുടെ അമ്മയല്ല. അപ്പൊ പത്മകുമാറിന്റെ കുടുംബ തായ് വഴിയിൽ പെട്ടതെന്നൊക്കെയാണ് പറയുന്നത്. അത് ഒരു തർക്കമുണ്ട്. കാര്യം ഇതൊരു അയ്യർ ഫാമിലിയാണ്. അപ്പൊ അയ്യർ ഫാമിലി നായർ ഫാമിലി ആയ കഥയുണ്ട്, അത് വേറൊരു കഥ. ഇതെല്ലാം നിഗൂഢതയാണ് കേട്ടോ, വളരെ രസകരമായ കാര്യമാണ്. അപ്പൊ ഈ പുറക്കാട്ട് കോന്നത്ത് ജാനകി അമ്മയുടെ മക്കളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നു. ഏത് ഈ 1963 ഈ കഥ, ഈ പുസ്തകത്തിൽ വന്ന കഥയും സ്വാമി അയ്യപ്പന്റെ പാട്ടുമൊക്കെ അന്നത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന് അവരുടെ ശ്രദ്ധയപ്പെടുന്നു.